ദൈവം എനിക്ക് സൗഖ്യം തന്നു. ദൈവം എനിക്ക് സൗഖ്യം തന്നു. ജീസസ് വോയിസിൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ട ദിവസം നിങ്ങളോട് ചേർന്ന് ദൈവവചനം പങ്കിടാൻ കർത്താവ് ഒരുക്കിയ അവസരം ഒരു ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഇതൊരു അത്ഭുതത്തിൻ്റെ ദിവസമാണ്. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ദൈവം തരുന്ന വചനം ഭയങ്കര ശ്രേഷ്ഠമേറിയ വചനമാണ്. ഈ വചനത്തിലൂടെ ഹൃദ്യമായി കർത്താവ് നിങ്ങളോട് സംസാരിക്കും. നിങ്ങളുടെ അടുത്തിരിക്കുന്ന ആൾ കൈ നീട്ടി നിങ്ങളുടെ തോളത്ത് തൊടുന്ന പോലെ ഈ വചനം നിങ്ങളെ തൊട്ട് സംസാരിക്കും. ഇന്ന് ഈ വചനം നിങ്ങളുടെ മുമ്പിൽ എത്തുവാൻ കാരണം ഒരു ഫാമിലിയാണ്. നിങ്ങൾ ആ ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവർക്ക് ദൈവം കൊടുത്ത വരുമാനത്തിൽ നിന്ന് ഒരു ഭാഗം ചെലവഴിച്ചാണ് ഈ ജനലക്ഷങ്ങളുടെ അടുക്കലേക്ക് വചനം എത്തിച്ചത്. ആ ഫാമിലിയെ നിങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കണം. നമുക്ക് കർത്താവിൻ്റെ വചനത്തിലേക്ക് കടക്കാം. വായിക്കാം. മത്തായി സുവിശേഷം 7-ാം അധ്യായം 13-14 വാക്യങ്ങൾ. മാത്യു ചാപ്റ്റർ 7 verse 13-14 രണ്ട് വാക്യങ്ങൾ നമുക്ക് വായിച്ചു കേൾക്കാം. ഇടുക്കുവാതിലൂടെ അകത്ത് കടപ്പീൻ. ഇടുക്കുവാതിലൂടെ അകത്ത് കടപ്പീൻ. നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിശാലവും അതിൽ കൂടി കടക്കുന്നവർ അനേകരുമാകുന്നു. അതിൽ കൂടെ കടക്കുന്നവർ അനേകർ ആകുന്നു. ജീവങ്കിലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴി ഞെരുക്കവുമുള്ളത് അത് കണ്ടെത്തുന്നവർ ചുരുക്കം അത്രേ. രണ്ട് വാതിലുകളെ വേദപുസ്തകം പഠിപ്പിക്കുന്നു. ഒന്നാമത്തെ വാതിൽ ദൈവത്തിന്റെ സ്തോത്രം വീതി ഉള്ള വാതിൽ, ദൈവത്തിന്റെ സ്തോത്രം. രണ്ടാമത്തെ വാതിൽ ഇടുക്കം ഉള്ള വാതിൽ. ഒന്നാമത്തെ വഴി വിശാല വഴി, രണ്ടാമത്തെ വഴി ഞെരുക്കമുള്ള വഴി. ശ്രദ്ധിക്കുക, ഒന്നുകൊണ്ട് എന്നെ ശ്രദ്ധിക്കുക. ഇനി ബൈബിളിൽ നോക്കണ്ട. ഒന്നാമത്തെ വാതിൽ വീതിയുള്ള വാതിൽ, രണ്ടാമത്തെ വാതിൽ ഇടുങ്ങിയ വാതിൽ. ഒന്നാമത്തെ വഴി വിശാല വഴി, രണ്ടാമത്തെ വഴി ഞെരുക്കമുള്ള വഴി. രണ്ട് വാതിലുകളെ കുറിച്ചും രണ്ട് വഴികളെ കുറിച്ചും ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. ശ്രദ്ധിക്കുക, ഒന്നാമത്തെ വഴി വാതിൽ വീതി ഉള്ള വാതിൽ, അത് നാശത്തിലേക്ക് കൊണ്ടുപോകുന്ന വാതിൽ. ഇടുക്കു വാതിലൂടെ കടക്കുവാൻ പോരാടുവീൻ. രണ്ട് വാതിലിനെ ബൈബിൾ വെളിപ്പെടുത്തുന്നു. ഒന്ന് വാതിൽ വീതി ഉള്ള വാതിൽ എന്ന് പറഞ്ഞാൽ അതിങ്ങനെ ഭയങ്കര വീതിയാണ്. ഞാനും കർത്താവിന് സ്തോത്രം രാജു തോമസും തങ്കച്ചായനും ജോഷി പാസ്റ്ററും അച്ചമോൻ ചാനും ഞങ്ങളുടെ ബൈജു ബ്രദറും നിഖിൽ ഉൾപ്പെടെ എല്ലാവരും കൂടെ കൈ കോർത്താൽ ഒന്നിച്ചു പോകുന്ന വഴി. അവിടെ ആരും തടയത്തില്ല. അത് വീതിയുള്ള വാതിലാണ്. പക്ഷേ ഇടുക്ക് വാതിൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കയറാൻ പറ്റൂ, ഇങ്ങനെ കയറാൻ പറ്റൂ. രണ്ട് വാതിൽ മനസ്സിൽ കയറാൻ വേണ്ടിയാ. ഒന്ന് വിശാല വാതിൽ, രണ്ട് ഇടുക്ക് വാതിൽ. അത് കണ്ടെത്തിയവർ ചുരുക്കം അത്രേ. ഒരാമയും പറഞ്ഞാട്ട് ശ്രദ്ധിച്ച് കേൾക്കണം. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം 1-ാം വാക്യം, അബ്രഹാം കൂടാരവാതിക്കൽ ഇരിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായം 1-ാം വാക്യം, ലോത്ത് പട്ടണവാതിക്കൽ ഇരിക്കുന്നു. ഉൽപ്പത്തി 18-ന്റെ 1-ൽ വിളി കേട്ടറിയ അബ്രഹാമിനെ ഇരിപ്പിടം
ഇരിപ്പ് കൂടാരവാതുക്കലാണ്. എന്നാൽ വിളി കേട്ടറിയവന്റെ കൂടെ ഇറങ്ങിയ ലോത്തിന്റെ ഇരിപ്പ് പട്ടണവാതുക്കലാണ്. കൂടാരവാതുക്ക ഇരുന്ന അബ്രഹാം താമസമിന കൂടാരത്തിനകത്ത് ഒരു വിടുതന്റെ സാക്ഷ്യം കേൾക്കും. എന്നാൽ പട്ടണവാതുക്കൽ ഇരുന്നവൻ താമസമിന പട്ടണം വിട്ട് ഓടേണ്ടി വരും. നിങ്ങളോട് തന്നെ ചോദിക്കാം, നിങ്ങൾ ഏത് വാതുക്കൽ ഇരിക്കുന്നു? വിശാലതയുടെ വാതിലോ അതോ ദൈവത്തിന് സ്തോത്രം ഇടുക്കമുള്ള വാതിലോ? ചിലർ പറയാറുണ്ട്, ബ്രദർ ഞങ്ങൾക്ക് ആരാധനയ്ക്ക് വനം വലിയ തടസ്സമാണ്. അതെന്നാ കാര്യം? ഇത് ഇടുക്കമുള്ള വാതില. ഒരാമീൻ പറഞ്ഞാട്ട്. പക്ഷെ ഈ വാതിൽ കടന്നാൽ ഈ വാതിൽ അവസാനിക്കത്തില്ല, ഇത് നിത്യതയിൽ ചെന്ന് അവസാനിക്കത്തുള്ളൂ. വിശ്വാസമുണ്ട്. ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഇടുക്ക് വാതിലൂടെ അകത്ത് കടക്കാൻ കൃപ ലഭിച്ചവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഒരിക്കൽ ഒരു ആരാധനയിൽ ഞാൻ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് പരിശുദ്ധാത്മാവിന്റെ നിയോഗം ഉണ്ടായിട്ട് എന്നോട് ദൈവം പറഞ്ഞു, സ്റ്റേജിൽ നിന്ന് ജനത്തിനിടയിലേക്ക് ഓടി ഇറങ്ങാൻ പറഞ്ഞു. ഞാൻ വേഗത്തിൽ എൻ്റെ ഇരുന്ന് കോഡ്ലെസ് മൈക്കും കൊണ്ട് ഓടി ജനത്തിന്റെ ഇടയിലേക്ക് ഇറങ്ങി. ഇറങ്ങിയപ്പോൾ ദൈവത്തിന് സ്തോത്രം എന്നോട് ദൈവം ഒരാളെ കാണിച്ചു തന്നു. ആ യൗവനക്കാരൻ്റെ മേൽ കൈവെക്കാൻ പറഞ്ഞു. ഞാൻ ഓടിച്ചവന്റെ തലയിൽ കൈവച്ചപ്പോൾ അവൻ അലറി പുറകോട്ട് വീണു. 2.5 മണിക്കൂറോളം അവൻ്റെ ദേഹത്ത് വ്യാപരിച്ച ഭൂതങ്ങൾ അലറാൻ തുടങ്ങി. ജീസസ് അന്ന് പ്രസംഗിച്ചപ്പോൾ ദൈവം എന്നോട് പറഞ്ഞു, 16 വർഷമായി ഇവനെ ബന്ധിച്ചിരുന്ന ഭൂതമത്രേ അഴിഞ്ഞു പോയത്. ഇവനെ ആരാധനയ്ക്ക് വിടാത്ത ഒരു ദുർഭൂതമുണ്ടായിരുന്നു, അതത്രേ അഴിഞ്ഞു പോയത്. ഞാനൊരു മർമ്മം നിന്നോട് പറയാം. പുറപ്പാട് പുസ്തകത്തിലെ ഏറ്റവും ശക്തമേറിയ ശബ്ദമാണ്, എന്നെ ആരാധിപ്പാൻ എൻ്റെ ജനത്തെ വിട്ടയക്കാം. ഇന്ന് പകൽ പരിശുദ്ധനോ പറയാ, ആരാധനയെ തടയുന്ന ഏതൊരു ശക്തികളുടെ മേലും ഇന്ന് പകൽ നിനക്ക് ജയമുണ്ട്. ഏതൊക്കെ വെല്ലുവിളികൾ ആരാധനയ്ക്ക് നേരെ ഉയർന്നാലും മല പോലെ നിൽക്കുന്ന വെല്ലുവിളികളെ മഞ്ഞ് പോലെ ഉരുക്കിക്കളയാൻ കഴിയുന്ന ആ ദൈവശക്തി വ്യാപരിച്ചുകൊണ്ടിരിക്കുക. ശ്രദ്ധിച്ചിട്ടെ. ഹല്ലേലൂയ. അവിടെ ശ്രദ്ധിച്ചിട്ടെ. ദൈവത്തിന് സ്തോത്രം. 2 വാതിലുകൾ. ഒന്ന് ഹല്ലേലൂയ വിശാലവാതിൽ. ഒരാമീൻ പറഞ്ഞാട്ട്. അതിലേക്കൂടെ അടിച്ച് പൊളിച്ച് ആടി പാടി ചാടി ഓടിപ്പോവാം. മറ്റേ വാതിൽ ഇടുക്ക് വാതില. ഇങ്ങനെ കയറാൻ പറ്റൂ. ഇങ്ങനെ അതിന്റെ കയറാൻ പറയാം. അത് ഇടുക്ക് വാതിലാണ്. പക്ഷേ ആ വാതിനകത്ത് കയറിയാൽ നിനക്ക് അനുഗ്രഹമാണ്. ഒരു സുവിശേഷം നോക്കി ചുരുക്കമേ ഉള്ളൂ. അതിന്റെ കാരണം എന്താ പറയാം. ഈ വാതിൽ കടക്കുന്നവർ ചുരുക്കമാണ്. കടന്നവർ പറയും, അവനൂടെ വന്നിരുന്നെങ്കിൽ കൊള്ളായിരുന്നു, അവളൂടെ വന്നിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. കടന്നാലുള്ള പ്രത്യേകത പറയാമോ? ഇത് ഞെരുക്കമുള്ള വഴിയാണെങ്കിലും ഇതിനകത്ത് ധാരാളം അനുഗ്രഹങ്ങളുണ്ട്. അത് മനസ്സിലാക്കുന്നവർ ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞാൽ. ഞാൻ ആ വാക്യത്തെ ഒന്ന് തൊടാൻ പോവാ. എന്നോട് ദൈവാത്മാവ് പറഞ്ഞു, ഇന്ന് ചിലതിന്മേൽ ഭയങ്കര വിടുതലുകൾ നടക്കും. വേദപുസ്തകത്തിൽ പ്രസംഗിക്കാൻ കൊള്ളാവുന്ന ധാരാളം വാതിലുകളുണ്ട്. ഞാൻ അവിടെ ഇവിടേക്ക് ഒന്ന് തൊടുക. വേദപുസ്തകത്തിൽ പ്രസംഗിക്കാൻ കൊള്ളാവുന്ന ധാരാളം വാതിലുകളുണ്ട്. എന്നോട് ദൈവാത്മാവ് ഇന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നവ പറഞ്ഞു, ചില വാതിലുകളുടെ മേൽ ഇന്ന് വിടുതല. വിശ്വാസമുണ്ട്. ആമീൻ പറഞ്ഞാട്ട്. കൊരിന്ത്യർ പൗലോസ് പറഞ്ഞു, വലുതും വിശാലവുമായ വാതിൽ നിനക്ക് ഞാൻ തുറന്നിരിക്കുന്നു, എതിരാളികൾ പലതുണ്ട്. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നു, ഞാൻ ദാവീദിന്റെ താക്കോലുള്ളവൻ, അവൻ തുറന്നാൽ ആരും അടയ്ക്കത്തില്ല. ഇതെല്ലാം കൂടെ മനസ്സിൽ വെച്ചോണ്ട് എനിക്ക് ദൈവാത്മാവിന്റെ ബോധ്യം തരുന്നു, ആർക്കൊക്കെയോ ദൈവം തമ്പുരാൻ ഇന്ന് വരെയും പോകാത്ത വാതിൽ തുറക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് വിശ്വസിക്കുന്നവരെ ആമീൻ പറഞ്ഞാട്ട്. നീ മനസ്സിൽ ചിന്തിച്ചതല്ല ദൈവം വെളിപ്പെടുത്താൻ പോകുന്നത്. ഹൃദയത്തിൽ പോലും ചിന്തിക്കാത്തിടത്ത് നിനക്ക് വേണ്ടി വാതിൽ തുറക്കാൻ ഞാൻ പ്രസംഗിക്കുന്ന കർത്താവ് ഇന്ന് സർവശക്തനാ. ഇന്നും ചില വാതിലുകൾ ദൈവം തുറന്നിരിക്കും. അത് വിശ്വസിക്കുന്നവർ ആർത്തു വിളിച്ചൊരു ആമീൻ പറഞ്ഞാട്ട്. ദാനിയേൽ പ്രവാചകൻ 6-ാം അധ്യായം 17-ാമത്തെ വാക്യം. അവർ ഒരു കല്ല് കൊണ്ടുവന്ന് ഗുഹയുടെ വാതിൽക്കൽ വെച്ചു. ദാനിയേലിനെ കുറിച്ചുള്ള നിർണയത്തിന് മാറ്റം വരാതിരിക്കേണ്ടതിന് രാജാവ് തന്റെ മോതിരങ്ങൾ കൊണ്ട് മഹത്തുക്കളുടെ മോതിരം കൊണ്ടും അതിന് മുദ്രയിട്ടു. ദാനിയേലിനെ അടച്ച ഗുഹയുടെ മുകളിൽ വെച്ച കല്ലിന് ഇവർ മുദ്രയിട്ടു. ഒരു നല്ല ആമീൻ പറയണം. ഇപ്പൊ നോക്കിക്കേ, ഒരു രാജ്യം തനിക്കെതിര്, രാജാവെതിര്. ജീസസ് ശ്രദ്ധിച്ചു കേട്ടെ, അവരുടെ മഹത്തുക്കളെല്ലാം മുദ്ര വെച്ചിരിക്കുന്നു. ഇങ്ങോട്ട് ശ്രദ്ധിച്ചു കേൾക്കണം. അകത്തൊരു പറ്റം സിംഹങ്ങളുടെ നടുവിലേക്ക് ദാനിയേലിനെ ഇടുകയാ. വാക്തത്വമുള്ളവനെ അടച്ച് അവന്റെ മേളിൽ മുദ്ര വെച്ചിരിക്കുക. ഞാനിവിടെ നിന്നോടൊരു ദൂത് പറയാം, വാക്തത്വമുള്ളവനെ ആർക്കും അങ്ങനെ അടച്ചു വെക്കാൻ പറ്റത്തില്ല. ഒരാമീൻ പറയണം. ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നു, ഇനിയും നിന്നെ അടച്ചു വെക്കാൻ പറ്റത്തില്ല, ഇനിയും നിന്നെ ഒതുക്കി വെക്കാൻ പറ്റത്തില്ല, ഇനിയും നിന്നെ കടിച്ചു കീറുന്ന സിംഹങ്ങളുടെ ഇടയിൽ നിന്നെ തകർത്തിടാൻ പറ്റത്തില്ല. വാക്തത്വമുള്ളവൻ മുദ്രകൾ പൊട്ടിക്കും, അവൻ പുറത്തു വന്നിരിക്കും.
വിശ്വാസമുള്ളവരെ ആമീൻ പറയാം. എന്നോട് പരിശുദ്ധാത്മാ പറയുന്ന ഒരു ദൂത് പറയാം. ആമീൻ. ചിലരെയൊക്കെ അടച്ച് ചില മോതിരം കൊണ്ട് മുദ്ര വെച്ചിട്ട് ചിലര് മാറിയിരുന്ന് തകർച്ച കാണാൻ നോക്കുമ്പോൾ പരിശുദ്ധാത്മാ പറയാ, അകത്ത് കിടക്കുന്നവന് വാഗ്ദത്തമുണ്ടോ, ഈ മുദ്ര പൊട്ടിയിരിക്കും. വിശ്വസിക്കുന്നവർ മാത്രമേ ആമീൻ പറയാവൂ. കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു, ചില മുദ്രകൾ പൊട്ടിയിരിക്കും. ചില വസ്തുവിന്റെ മേലുള്ള മുദ്രകൾ പൊട്ടിയിരിക്കും. ചില തലമുറകളുടെ മുദ്രകൾ പൊട്ടിയിരിക്കും. ചില സമ്പത്തിന്മേലുള്ള മുദ്രകൾ പൊട്ടിയിരിക്കും. എനിക്കറിയത്തില്ല. പരിശുദ്ധാത്മാവ് പറയുന്നു, വാഗ്ദത്തമുള്ളവന്റെ അകത്ത് അവനെ തകർക്കുവാൻ പറ്റത്തില്ല. വിശ്വാസമുള്ളവർ മാത്രമേ ആമീൻ പറയാവൂ. എന്നോട് ദൈവാത്മാ പറയാ, ഇന്ന് ചിലത് പൊട്ടും, നിന്റെ വാതിൽ തുറക്കുകയും ചെയ്യും. വാതിൽ തുറക്കുന്ന എന്തിനാണെന്നറിയാം? വാതിൽ തുറക്കുന്ന എന്താണെന്നറിയാമോ? സങ്കീർത്തനത്തിന് വാക്യമുണ്ട്, നിന്റെ വാതിലുകളുടെ ഓടാമ്പലുകളെ ഞാൻ ഉറപ്പിക്കും എന്ന് പറഞ്ഞാൽ ഇനി ഒരുത്തനും ആ വാതിൽ തുറക്കത്തില്ല, ഇനി ഒരുത്തനും നിന്നെ പൂട്ടത്തില്ല. നിന്റെ വാതിലുകളുടെ ഓടാമ്പലുകളെ ഉറപ്പിച്ച് അതിനകത്ത് നിന്റെ സന്തതിയെ ദൈവം അനുഗ്രഹിക്കും. കിഴക്കിനോട് തടുക്കരുതെന്നും പടിഞ്ഞാറോട് തടുക്കരുതെന്നും ദൈവം കൽപ്പിക്കുന്ന ദിവസങ്ങൾ വരികയാ. വിളിച്ചു പറ, മുദ്ര ഇടപെട്ട ചെലവിനെ എന്റെ ദൈവം പൊട്ടിക്കാൻ പോവാ. ഇനി ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ എൻ്റെ കൂടെ ഒന്ന് വരണേ. നാളെ ഒരു ഉപദേശി പ്രസംഗിക്കുന്ന കേട്ടു, ആ ഗുഹയ്ക്കകത്ത് 9 സിംഹം ഉണ്ടെന്ന്. 9 ഉണ്ടെങ്കിലും 1 ഉണ്ടെങ്കിലും സിംഹത്തിന് പ്രവൃത്തി ചെയ്യത്തില്ലയോ? ആശാരി ഉപദേശി എവിടെ ഒന്ന് സൂക്ഷിച്ചിട്ട് പറഞ്ഞിട്ടും ഒരു സുവിശേഷ വിരോധി അടിക്കാൻ ഞാൻ അടിച്ചാൽ ജയിലിൽ പോവും. ഒറ്റയടിക്ക് ഉപദേശിയാവും. പിന്നെ ഞങ്ങളൊക്കെ എടുത്തിട്ട് മെതിക്കുന്നു. ഞങ്ങളൊക്കെ എത്ര മെതിച്ചാലും ചാകുകയല്ല. നിങ്ങൾ ഇങ്ങോട്ട് സഹകരിക്കും. ഈ വചനത്തിന്റെ കൂടെ വാ. ദാനിയേലിനെ പിടിച്ച് സിംഹക്കുഴിക്കകത്തിട്ടു. ഗ്ലോറി. നാളെ ഒരു ഉപദേശി പ്രസംഗത്തിന് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. കർത്താവിന് സ്തോത്രം. രാജാവ് ഈ യഹൂദബാലന്മാരെ കൊണ്ടുവന്നപ്പോഴേ അവർക്ക് കർത്താവിന് സ്തോത്രം അവരൊന്ന് ഭയങ്കര സ്മാർട്ടാക്കാൻ വേണ്ടി രാജഭോജനം നിയമിച്ചു. എന്ത് നിയമിച്ചു? രാജഭോജനം നിയമിച്ചു എന്ന് പറഞ്ഞാൽ രാജാവിൻ്റെ മേശ എന്ന് കുടിച്ചോണം. രാജാവിൻ്റെ ദിവസം മേശ പച്ചവെള്ളമൊന്നുമില്ല. ഹാമി വീഞ്ഞ്, മദ്യം എന്നാ വേണം എല്ലാം. നിങ്ങളുടെ അമേരിക്കന്നൊക്കെ ചില ആൻറ്റിമാരും അച്ഛന്മാരൊക്കെ വന്ന് ഇറങ്ങുമ്പം കവളൊക്കെ നല്ല ഉരുണ്ട് തൊടുത്ത് പോവാന്ന് അമേരിക്ക പോകണമെന്ന് നമ്മൾ പറയും. പിന്നെ ഭയങ്കര മഞ്ഞിനകത്ത് കിടന്ന് തണുപ്പത്ത് ജ്യൂസ് കുടിച്ച്, പച്ചവെള്ളം ഒന്നും കുടിക്കത്തില്ല, ജ്യൂസാണ് കുടിക്കുന്നത്. ഇങ്ങോട്ട് നോക്കാൻ വന്ന് ഇറങ്ങുന്ന നമ്മൾ പറയും, ന്യൂയോർക്കിൽ തന്നെ പോകണം. പക്ഷേ 3 ദിവസം കഴിഞ്ഞ് കോട്ടയത്തെ കാറ്റടിക്കുമ്പോൾ പഴയ പോലെ ആവും. അതങ്ങനെ ചിലൊക്കെ പറയും നേരാണ്, കറക്റ്റാണ്. സ്തോത്രം. ശ്രദ്ധിച്ച് കേൾക്കാം. അപ്പം ദൈവത്തിന് സാറേ ഈ യഹൂദബാലന്മാർക്ക് ഇതെല്ലാം കൊടുക്കുക. കാരണം കൊടുത്ത് ഇവരെ നല്ലതായിട്ട് കുളിപ്പിച്ച് നല്ല ഫ്രഷാക്കി സ്മാർട്ടാക്കി രാജസന്നിധി നിർത്തണം. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ ഈ പ്രമാണമുള്ളവരാണ്, ഞങ്ങൾ ഈ വീഞ്ഞും ഒന്നും കുടിക്കത്തില്ല, ഞങ്ങൾക്ക് ശാഖപദാർത്ഥവും പച്ചവെള്ളവും തന്നാൽ മതി എന്ന് പറഞ്ഞാൽ പരിപ്പും ഇങ്ങോട്ട് സഹകരിക്കുന്നത്. പരിപ്പും സൗന്ദര്യം വർദ്ധിക്കാൻ ഒറ്റ വഴിയുള്ളൂ, പരിപ്പും പച്ചവെള്ളം കഴിക്കുക. എന്നാ മിണ്ടുന്നില്ല. ഹല്ലേലൂയ. ശ്രദ്ധിച്ചിട്ടെ. അപ്പോൾ പരിപ്പും പച്ചവെള്ളം കഴിച്ചു. എന്നിട്ട് 10 ദിവസം കഴിഞ്ഞ് ടെസ്റ്റാ. ചില ദിവസം കഴിയുമ്പോൾ ടെസ്റ്റിന് അന്ന് ഫെറാൻ ലെവലിലേക്ക് ഇട്ട് അടിച്ച് പൊളിക്കുന്ന ആൾക്കാരിലൊക്കെ ഇന്ന് നിൽക്കുക. നിന്നപ്പം യഹൂദബാലന്മാരെ കെട്ടി നിർത്തിയപ്പം അവരുടെ മുഖം ഇവരുടെ മുഖം നോക്കുക, ഇവരുടെ മുഖത്ത് ശോഭ ഒഴുകുക. നാളെ ഒരു ഉദ്ദേശിച്ചോട് പ്രസംഗിച്ച കേട്ടോ. ദാനിയേലിനെ സിംഹം കടിക്കാഞ്ഞത് പുള്ളി പറയുക, പരിപ്പും പച്ചവെള്ളം കുടിച്ച് സിംഹം ദാനിയേലിനെ മണത്തപ്പം പരിപ്പിൻ്റെ മണമായിരുന്നു, അതുകൊണ്ടാണ് കടിക്കാഞ്ഞത്. പോട്ടെ, അത് സയൻസ് പരമായി വരുമ്പോൾ അങ്ങനെ പറയാൻ പറ്റത്തില്ല. അന്ന് വെജിറ്റേറിയൻ കഴിക്കുന്നവർക്കൊന്നും വെജിറ്റബിളിൻ്റെ മണമല്ലല്ലോ, മനുഷ്യൻ്റെ മണം തന്നെയല്ലേ. പോട്ടെ. എന്നാലും അദ്ദേഹം പറഞ്ഞ ഒരു ആശയമാണ്, നീ ചിലതിന് വേണ്ടി നിന്നാൽ ചിലതൊന്നും നിന്നെ തൊടത്തില്ല. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്. വേദപുസ്തക സത്യത്തിന് വേണ്ടി നീ നിന്നാൽ നിന്നെ ഒതുക്കാൻ വരുന്ന ഒരുത്തനും നിന്നെ തൊടത്തില്ല. അത് കാരണം എന്താ? ഈ ബൈബിൾ നിന്നെ രക്ഷിച്ചിരിക്കും. ഒരാമയും പറഞ്ഞോട്ടെ. ഞാൻ ഒരിക്കലും ഒരു രാജ്യത്ത് പ്രസംഗിക്കാൻ പോയപ്പം അങ്ങോട്ട് പോയപ്പോൾ എൻ്റെ പാസ്പോർട്ടിൽ എൻ്റെ ഫോട്ടോ എടുക്കുക. പഴയ പണ്ടത്തെ പാസ്പോർട്ടാണ്, വളരെ ചെറുപ്പത്തിലെടുത്ത പാസ്പോർട്ടാണ്. അപ്പോൾ പാസ്പോർട്ടിനകത്ത് എൻ്റെ ഫോട്ടോ ഇടല്ല, ഇങ്ങനെ കുത്തുകുത്ത് ഫംഗസ് ഇങ്ങനെ എന്തോ ഒരു ഇതുണ്ടായിട്ട് ഇങ്ങനെ കുത്തുകുത്ത് ബ്ലാക്ക് ഡോട്ടുകൾ വീണു. അപ്പം അങ്ങോട്ട് ഇറങ്ങിയപ്പോൾ എൻ്റെ ഫോട്ടോയൊക്കെ എന്ന് നോക്കിയൊക്കെ അറിവ് വിട്ട് എന്നോട് അറിവ് പറഞ്ഞു, ഇവിടെ കൊടുത്ത് പാസ്പോർട്ടിൻ്റെ കൂടെ അഡീഷണൽ ബുക്ക്ലെറ്റ് ചേർക്കണമെന്ന് പറഞ്ഞു. ഓക്കെ, ഞാനൊന്ന് പ്രസംഗം. അപ്പം ഇനി തിരിച്ചു വരുമ്പോന്മാർ അഡീഷണൽ ബുക്ക്ലെറ്റില്ല എന്നാ ചോദിക്കുമെന്ന് വിചാരിച്ച് ഞാൻ നിൽക്കുക. അപ്പം അന്ന് പ്രസംഗിക്കാൻ ചെന്നപ്പം ഇന്ത്യൻ എംബസി ജോലി ചെയ്യുന്നൊരു പുള്ളിക്കാരത്തെ അന്ന് യോഗത്തിലുണ്ട്. യോഗം കഴിഞ്ഞ് ഒരാളോട് പ്രവചനം പറഞ്ഞു ഓടി വന്ന് എന്നോട് പരിചയപ്പെട്ടു. എവിടെയാ ജോലി? ഇന്ത്യൻ എംബസിയിലാന്ന് പറഞ്ഞു. എനിക്കൊരു ആഗ്രഹം വന്നു, പാസ്പോർട്ട് കൊണ്ട് കൊടുത്തു. അതിനെന്നെ വൈകിട്ട് പുതിയത് തരാമെന്ന് പറഞ്ഞു. അങ്ങോട്ട് കൊണ്ടുപോയി പുതിയ അഡീഷണൽ ബുക്ക്ലെറ്റ് ചേർത്തുകൊണ്ട് വന്നു. തിരിച്ച് ഞാൻ അതേ എയർപോർട്ടിൽ വന്നപ്പം ഗ്ലോറി സ്തോത്രം, അവിടെ വിസിറ്റിംഗ് വിസ ചെല്ലുന്ന ഒരു പാസ്പോർട്ട് ഒന്നും ചെയ്യരുതെന്ന് നിയമമുണ്ട്.
അങ്ങേരെന്നെ പിടിച്ചു വരാൻ പറഞ്ഞു അകത്തോട്ട്. പിന്നെ സ്തോത്രം, ഞാൻ അകത്തോട്ട് പോയി. നമ്മൾ പിന്നെ അന്യഭാഷ പറയുക, ഇങ്ങോട്ട് നോക്ക, അല്ല എന്നാ പറയാൻ പറ്റും. അവിടോട്ട് ഞാൻ ഈ പാസ്പോർട്ടിലും കൊണ്ട് വെച്ച് അകത്തിരുന്ന് അറബി എന്നോട് ചോദിച്ചു, നീ ആരാന്ന് ചോദിച്ചു. അപ്പം ഞാനന്ന് IPCയിലെ പാസ്റ്ററാ. IPC എന്നുള്ള ഐഡൻറ്റി കാർഡ് അതെടുത്ത് ഞാൻ അങ്ങോട്ട് കാണിച്ചു. അങ്ങനെ ചാടി എഴുന്നേറ്റ് കൈ കൂപ്പി വെച്ച് ആ മറ്റവനെ 2 ചീത്ത വിളിച്ച് എൻ്റെ കൂടെ വന്ന് എൻ്റെ പാസ്പോർട്ട് എടുത്ത് കഴിച്ചു തന്നു. ആ IPC എന്ന് പുള്ളി വായിച്ചത് വേറെന്തോ പുള്ളിക്ക് മനസ്സിലായതാ. ഇങ്ങോട്ട് നോക്ക്, എനിക്കും അറിയത്തില്ല. അയാൾ എന്നെ എല്ലാ ചെക്കിങ്ങും കഴിഞ്ഞ് അങ്ങ് കൊണ്ടിരുത്തി വെച്ച് മറ്റവനെ വഴക്കം പറഞ്ഞുകൊണ്ട് പോയി. എന്താ മർമ്മമെന്ന് എനിക്ക് ഇന്നും അറിയത്തില്ല. എടാ, വേദപുസ്തകത്തിന് വേണ്ടി നിന്നാൽ നിന്നെ ഏതേലും തരത്തിൽ ദൈവം പിടിപ്പിച്ചിരിക്കും. നിന്നെ സിംഹഗുഹയ്ക്കകത്ത് വീഴേണ്ടി വന്നാലും അതിനകത്തും നിന്നെ കാക്കുന്നൊരു ദൈവമുണ്ട്. വിശ്വസിക്കുന്നവർ ചേർന്നൊരു ആമീൻ പറഞ്ഞാട്ട്. ഞാനിവിടെ നിന്നോട് പ്രവചനദൂത് പറയാം, വാക്തത്വമുള്ള നിന്നെ ഒതുക്കി വെക്കാൻ പറ്റത്തില്ല. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? എന്നോട് ദൈവാത്മാവ് പറയുന്നു, ഇന്ന് പകൽ നിനക്ക് മീതെ അടിക്കപ്പെട്ട മുദ്രകൾ ഇന്ന് പൊട്ടിയേ പറ്റൂ. വിശ്വസിക്കുന്നവർ ചേർന്ന് ഒരു ആമീൻ പറഞ്ഞാട്ട് ഈ മീറ്റിംഗ് ആശീർവാദം പറയുന്നതിന് മുമ്പ് നീ ഇവിടെ സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ വാക്തത്വത്തിനെതിരെ ചില വ്യക്തികൾ അടിച്ച മുദ്ര എന്റെ ദൈവം പൊട്ടിക്കട്ടെ. ഇങ്ങോട്ട് നോക്ക്, പറയട്ടെ ചില കാര്യം പറയാനുണ്ട് അവിടെ. രാജാവും മോതിരം കൊണ്ട് മുദ്ര എഴുതു, മഹത്തുക്കളും സഹകരിക്കണം എൻ്റെ കൂടെ. മഹത്തുക്കളും അവരിട്ട മുദ്ര അവരെ കൊണ്ട് തന്നെ ആമി രാജാവ് അഴിപ്പിച്ചു. അങ്ങനെ ദൂത്. ഇന്ന് പകൽ ഒരു പ്രവചനം കൂടെ പറയാം, നിന്നെ ആരൊതുക്കിയോ അവനെ കൊണ്ട് തന്നെ ആ മുദ്ര അഴിപ്പിക്കും ദൈവം. വിശ്വാസമുള്ള ഒരു ആമയും പറയണം. ഒരു മിനിറ്റ് വന്നേച്ചാ വേണ്ടേ. ഒരിടയച്ചെറുക്കൻ ഇവിടെ മനെ വാ, സ്റ്റാറും തൊപ്പിയുണ്ട് ഇങ്ങേർക്കും ഉണ്ട് തൊപ്പി. ഇത് പാവ ഇടയച്ചെറുക്കൻ ആടിനെ തീറ്റിച്ച് വൈകിട്ട് വന്ന് ആടിൻ്റെ സ്മെല്ലുള്ള ആടിൻ്റെ കൂടെ കിടക്കുന്ന ആടിൻ്റെ കൂടെ ഉറങ്ങുന്ന ഇടയച്ചെറുക്കൻ. അവൻ വന്ന് ചേട്ടന്മാരോട് ഹലോ ചേട്ടാന്ന് പൈ കൊടുക്കാന്ന് അപ്പം പറഞ്ഞു, പോടാ കാട്ടിലോട്ട്, ആടിനെ പോയി നോക്കടാ എന്നും അപ്പൻ അങ്ങനെ. അതുകൊണ്ട് ഇവന് ഫീൽ ചെയ്തില്ല. പക്ഷേ ഇന്ന് അപ്പ പറഞ്ഞപ്പം ഇവൻ്റെ മനസ്സിലൊരു ഒരു ചിന്ത കയറി വന്നു, അപ്പ ഇതെന്നെ അവസാനമായിട്ട് അയക്കുക, എന്നെ പറഞ്ഞ് പുറത്തിറക്കി അപ്പം തന്നെ എന്നെ തിരിച്ചു വിളിക്കും. വിശ്വാസമുണ്ട്. ദൂത് പറയാ, നിന്നെ ആര് തള്ളി പുറത്താക്കിയോ അവര് തന്നെ തിരിച്ചു വിളിക്കും. ഒരു ദിവസം രാവിലെ ശൗമേൽ എന്ന് പറഞ്ഞ പ്രവാചകൻ തൈലക്കൊമ്പിനകത്ത് തൈലം നിറച്ചോണ്ട് വരിക. ഇശായിയേ, ഓ പിള്ളേരെന്തിയെ ധാണു നിൽക്കുന്നു, സ്റ്റാർ ഉള്ളവൻ, തൊപ്പിയുള്ളവൻ. ശൗമേൽ പറഞ്ഞു, ഇവനെ കണ്ടിട്ട് അഭിഷേകത്തിന് അനക്കമില്ലല്ലോ. സ്തോത്രം. അടുത്തത് ധാണു നിൽക്കുന്നു, സ്റ്റാറും തൊപ്പിയോളം, ഇവനെ കണ്ടിട്ട് അഭിഷേകം ചലിക്കുന്നില്ല. ചോദിക്ക, ഇനിയും പിള്ളേര് വല്ലതും ഉണ്ടോ? ഒരുത്തനുണ്ട്, അവനെ വീട്ടിൽ കെട്ടാൻ കൊള്ളുകയല്ല, പറഞ്ഞു വിട്ടേക്കുക. ശൗമേലിന്റെ വാക്ക്, അവൻ വരാതെ പന്തിക്കിരിക്കത്തില്ല. ഒരാമയും പറയണം. എന്നോട് ദൈവാത്മാവ് പറയുന്നൊരു ദൂത് പറയാം, വാക്തത്വമുള്ളവൻ ഇനി ഒതുങ്ങത്തില്ല, ഇനിയും നിന്നെ ഒതുക്കി വെക്കത്തില്ല. വിശ്വാസമുള്ള ഒരാമയും പറഞ്ഞാട്ട്, ദാവീദ് ഇനിയും നീ കാട്ടിൽ ഒതുങ്ങത്തില്ല. അവനിങ്ങനെ വരിക, മൂളിപ്പാട്ടൊക്കെ പാടി വരിക. അവനെ കണ്ടപ്പോൾ സൗമ്യന്റെ കയ്യിൽ നിന്ന് അഭിഷേകം തിളയ്ക്കാൻ തുടങ്ങി. ഇവൻ തന്നെ ഇസ്രായേലിന്റെ രാജാവ്. ഞാനൊരു മർമ്മം നിന്നോട് പറയാം. എന്നോട് ദൈവാത്മാവ് പറഞ്ഞ് ഇന്നലെ രാത്രി മൂടി വെച്ചതൊക്കെ പൊട്ടാൻ പോവാ. വിശ്വസിക്കുന്നവർ മാത്രം ആമീൻ പറഞ്ഞാട്ട്. ഇന്ന് പകൽ ആരാധിക്കുന്ന നിന്നോട് പറയാം, നിന്നെ കോട്ടയത്ത് മൂടി വെച്ച ആ കല്ല്, ആ മുദ്ര വെച്ച ആ കല്ല് ഇന്നത്തെ ആരാധനയ്ക്കകത്തത് പൊട്ടും. വിശ്വസിക്കുന്നവർ ഒന്ന് ചാമീൻ പറഞ്ഞു തുടങ്ങണം. എനിക്കറിയത്തില്ല, വലിയ അഭിഷേകം ഈ ആരാധനയ്ക്കകത്ത് ഒഴുകിക്കൊണ്ടിരിക്കും. കർത്താവിന്റെ സ്തോത്രം. രാജാവിൻ്റെ കുണ്ടറയ്ക്കകത്ത് യോസഫ് കിടക്കുന്നു. ഇങ്ങോട്ട് നോക്ക്, പറയട്ടെ. യോസഫ് കിടക്കുക. എല്ലാ ദിവസവും താടിയും മുടിയും വളർത്തി കിടന്ന യോസഫ് സാധാരണ രാവിലെ എഴുന്നേറ്റ് ഒരു കാര്യങ്ങളും ചെയ്യാറില്ല. ഹല്ലേലൂയ. എന്നാൽ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി, യോസഫ് ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് സ്മാർട്ടായിട്ടിരിക്കുന്നത്. അപ്പോൾ ആൾക്കാർ ചോദിച്ചു, എന്നാടോ യോസഫ് എന്നുമില്ലാത്തൊരു പ്രത്യേകത? അവൻ പറയാ, ഇന്ന് എനിക്കൊരു വിളി വരും. എവിടുന്ന് വരും? കൊട്ടാരത്തിൽ നിന്ന് വരും.
ഒരാമീൻ പറഞ്ഞു കേട്ടോ. പ്രാർത്ഥിക്കുന്നവന്റെ അകത്തറിയാം ഇത് പൊട്ടാൻ നേരമായെന്ന്. ഉപവസിക്കുന്നവന്റെ അകത്തറിയാം ഇത് പറയാൻ നേരമായെന്ന്. വിശ്വാസത്താൽ കണ്ടോണ്ട് ആമീൻ പറയണം. ഞാൻ ദൂതിലോട്ട് വരട്ടെ. സങ്കീർത്തനത്തിൽ എഴുതിയിട്ടുണ്ട്, ഹല്ലേലൂയ, നിന്റെ വാതിലുകളുടെ ഓടാമ്പലുകളെ അവൻ എന്ത് ചെയ്യും? ഉറപ്പിക്കും. ആരുറപ്പിക്കും? കർത്താവ് ഉറപ്പിക്കും. 35 സങ്കീർത്തനം കാണാതെ പറയാമോ? യഹോവേ, എന്നോട് വാദിക്കുന്നവരോട് വാദിക്കണമേ, എന്നോട് പൊരുന്നവരോട് പൊരുതണമേ, എന്നെ പിന്തുടരുന്നവരുടെ വഴിയെ, ബാക്കി പറ, കുന്തമൂരി. മനസ്സിലായോ? കർത്താവിന് സാർ പ്രാർത്ഥിക്കുന്ന നിനക്ക് പ്രാർത്ഥിക്കുമ്പോൾ ഒരു വിടുതലുണ്ട്. അത് കഴിയുമ്പോൾ പിന്നെയും വിടുതലില്ല, പിന്നെയും കുരുക്ക് വീഴുക. കർത്താവിന് സാർ ഞാൻ നോക്കിയിട്ടും, നിഖിൽ നോക്കിയിട്ടും, ജോഷി പാസ്റ്റർ നോക്കിയിട്ടും, രാജ് തോമസ് നോക്കിയിട്ടും, തങ്കച്ചാൻ നോക്കിയിട്ടും, അച്ചമുച്ചാൻ നോക്കിയിട്ടും ആരും നോക്കുന്നില്ല. പക്ഷെ ദൈവം പറയാ, നീ അങ്ങോട്ട് മാറി നിൽക്കണം, ഞാൻ എൻ്റെ കുന്തമൂര, നിന്നെ പിന്തുടരുന്ന ആ ഡോർ ഞാൻ അങ്ങ് ക്ലോസ് ചെയ്യുക. വിശ്വസിക്കുന്നവരെ ആമീൻ പറയാവൂ. പ്രാർത്ഥിക്കുന്ന നിന്നെ നിത്യം ആഭിചാരം ചെയ്യുന്ന ഡോർ ക്യാൻസൽ ചെയ്യട്ടെ. നിന്റെ വീട്ടിലേക്ക് സാമ്പത്തിക വഴിയെ തടയുന്ന ആ ഡോർ ക്ലോസ് ചെയ്യട്ടെ. ദൈവം ആ ഡോറിനെ അടയ്ക്കട്ടെ. ശ്രദ്ധിച്ച് ഞാൻ പറയട്ടെ, കുന്തമൂരി അടയ്ക്കും. എന്നിട്ട് പറയുക സങ്കീർത്തനത്തിൽ, ഞാൻ നിന്റെ വാതിലുകളുടെ ഓടാമ്പലുകളെ ഉറപ്പിക്കും. ഒരാമി കൈ കൊടുത്തേച്ച് പറ, ഉറപ്പിക്കും എന്ന് പറ. ചിരിച്ചോണ്ട് പറയണം, ഉറപ്പിക്കും. അടുത്ത വാക്ക് ശ്രദ്ധിച്ചണമേ, അതിനകത്ത് നിന്റെ സന്തതിയെ ദൈവം അനുഗ്രഹിച്ചിരിക്കും. എന്നോട് ദൈവം എന്ന് പറയും, ഇനിയും നിന്റെ സന്തതിയുടെ കാര്യത്തിൽ ടെൻഷൻ വേണ്ട, കാരണം നിന്റെ സന്തതിയെ ദൈവം അനുഗ്രഹിക്കാൻ പോകുകയാ. എന്തൊക്കെയോ നിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു, വേറെ എന്തൊക്കെയോ നിന്റെ വീടിന്റെ വാതിലിലെ ഓടാമ്പലുകൾ, നിന്റെ വീടിന്റെ ഡോറ് കടന്ന് എന്തൊക്കെയോ നന്മ കയറി വരുന്നു. വിശ്വാസത്തെ വിളിച്ചു പറ, നിന്റെ വാതിലിലെ ഓടാമ്പലുകളെ ഉറപ്പിച്ച് അതിനകത്ത് നിന്റെ മക്കളെ ഒന്ന് കൈവിടുത്തേച്ചാറ, നിന്റെ മക്കളെ ദൈവം അനുഗ്രഹിക്കുന്ന പറ. ചിരിച്ചുകൊണ്ട് പറ, ഹല്ലേലൂയ. ശ്രദ്ധിച്ച് കേൾക്കണം. നിന്റെ വാതിലിൻ്റെ ഓടാമ്പലുകൾ, എന്നോട് കർത്താവ് പറയാ, കുഞ്ഞുങ്ങളെ കുറിച്ച് അപ്പനും അമ്മയ്ക്കും ഇന്ന് തൊട്ട് ടെൻഷൻ വേണ്ട. നിന്റെ കുഞ്ഞുങ്ങൾ ചിലയിടത്ത് സേഫ് ആയിരിക്കും. ഒരു പ്രവചന ദൂത പറയുന്നേ, അവനെ തോണ്ടിക്കൊണ്ട് പോകാൻ പറ്റത്തില്ല, അവനെ കയറി ബന്ധിക്കാൻ പറ്റത്തില്ല, അവന്റെ സമ്പത്തിനെ അപഹരിക്കാൻ പറ്റത്തില്ല. നിന്റെ കുഞ്ഞുങ്ങളെ ഓടാമ്പലുകളെ ഉറപ്പിച്ച് അതിനകത്ത് നിന്റെ സന്തതികളെ ദൈവം സേഫായി സൂക്ഷിക്കും. എനിക്കറിയത്തില്ല, പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു, ചില സന്തതികളുടെ വാർത്ത കേട്ട അമ്മയപ്പന്മാർ തുള്ളിച്ചാടാൻ പോവുക. അതുപോലെ വിടുതൽ വ്യാപരിക്കാൻ പോകുന്നേ. നിന്റെ കുഞ്ഞുങ്ങളുടെ ഭാവി കണ്ട് നീ നൃത്തം ചെയ്യുന്ന ദിവസങ്ങൾ വരികയാ. എത്ര വർഷമായി രോഗമുണ്ട്? ഒത്തിരി വർഷമായി. 20 വർഷമായി. എന്നാ രോഗം?